ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു വമ്പൻ ചാൻസ് ആണ് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ പല മാർഗങ്ങളും ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് എന്റെ മെന്റർഷിപ്പിലുള്ള ഒരു ബാച്ചിലൂടെ പഠിച്ച് തയ്യാറെടുക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നവംബർ 20-ാം തീയതി ഒരു സ്പെഷ്യൽ ബാച്ച് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അഡ്മിഷൻ കിട്ടിയാലോ എങ്ങനെ ഉണ്ടാകും? യെസ്, അതിനായിട്ട് നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്കോളർഷിപ്പ് എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഹായ്, ഇറ്റ്സ് മീ ലക്ഷ്മി ആൻഡ് വെൽക്കം ടു എൻട്രി ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സ്കോളർഷിപ്പ് എക്സാം എന്താണെന്ന്. കഴിഞ്ഞ തവണയും നമ്മൾ സ്കോളർഷിപ്പ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നും ഏറ്റവും ടോപ്പിലെത്തിയ 3 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു ഊഴം നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആക്കി തരികയാണ്. സോ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 20-നാണ്. ആൻഡ് അതിന്റെ ആ ഒരു സ്കോളർഷിപ്പ് എക്സാം വരുന്നത് നവംബർ 18-ാം തീയതിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നവംബർ 18-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ ഇതിനിടയ്ക്കായിട്ടുള്ള നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, എനിക്ക് PSC പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല, ഞാൻ PSC ബിഗിനർ ആണ്, എനിക്ക് ഒരു ധാരണയില്ല, അപ്പോൾ എനിക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനും വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. PSC ബിഗിനേഴ്സ് ആയിക്കോട്ടെ, പഠിച്ചു വന്നവരായിക്കോട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് ബേസ് ചെയ്തുകൊണ്ട് നോട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ നോട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ലീഡർ ബോർഡൊക്കെ കാണാൻ പറ്റും. ആരാണ് ടോപ്പിൽ എത്തിയത്, നിങ്ങളുടെ റാങ്ക് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, എന്നാണ് നവംബർ 18-ാം തീയതിയാണ്. സമയവും മറക്കരുത്. രാത്രി 12 മണി വരെ, 11:59 വരെ സമയമുള്ളൂ. 12 മണി വരെ ഇല്ല കേട്ടോ, 11:59 വരെ സമയമുള്ളൂ. 2 മണിക്കായിരിക്കും നമ്മുടെ എക്സാം ഓപ്പൺ ആകുന്നത്. സോ ഈ ഒരു എക്സാമിന് വരാൻ പോകുന്ന ടോപ്പിക്സ് ആണിത്. ഈ ടോപ്പിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള നോട്ട് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു നോട്ടിന്റെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നോക്കിയാലോ. നോക്കൂ, മോണിറ്ററി പോളിസി ടൂൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, സെൻസ് ഓർഗൻസ്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, അറ്റ്മോസ്ഫറിക് ഹ്യൂമിഡിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ശൈലികൾ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ എക്സാമിന്, സ്കോളർഷിപ്പ് എക്സാമിന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിൽ, സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ച് എക്സാം എഴുതുക. കുറെ ആൾക്കാരുണ്ട്, എന്താണ് ഈ നടക്കുന്ന ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമുകളെല്ലാം പോയി അറ്റൻഡ് ചെയ്ത് എല്ലാത്തിലും ടോപ്പ് വാങ്ങിച്ച് എല്ലാ ബാച്ചിലും കൂടെ അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു അവസരമാണ് കളയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ബാച്ചിൽ ഉണ്ടായിരുന്നാലും മറ്റൊരു ബാച്ചിലേക്ക് വരുമ്പോഴും ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചൊന്ന് ബാക്ക് ഓഫ് ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്ക് കൂടി ഒരു അവസരം നിങ്ങളായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ടോപ്പിക്സ് മറന്നു പോകണ്ട. നോട്ട് ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഇനി നിങ്ങളുടെ ആ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മാർക്ക് കാണുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ എക്സാമിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ എക്സാമിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. ഒരു കാര്യം കൂടി, നിങ്ങളുടെ ലീഡർ ബോർഡ് കാണാനായിട്ട് നമ്മളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ലൈവ് എക്സാംസ് എന്നും പറഞ്ഞിട്ട് താഴെ ഒരു ഏരിയ ഉണ്ട്. ലൈവ് എക്സാംസ് ചൂസ് ചെയ്യുക. അതിനകത്ത് എൻട്രി ടാലന്റ് സെർച്ച് എക്സാം എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് എക്സാം ആണോ കഴിഞ്ഞിട്ടുള്ളത് ആ എക്സാമിനകത്ത് ലീഡർ ബോർഡ് പരിശോധിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. സോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും എല്ലാം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേര് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മുടെ മാർക്ക് അറിയുന്നത്, എങ്ങനെയാണ് നമ്മുടെ റാങ്ക് അറിയുന്നത് എന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മുടെ
നമ്മുടെ ബാച്ചിന്റെ വർക്കിംഗ് എന്നുള്ളത് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ ബാച്ച് ആണ്. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും പ്രിലിമിനറി പരീക്ഷയും ഒപ്പം പ്രിലിംസ് പാസ്സാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൻസ് പരീക്ഷയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ നവംബർ 20th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിന്റെ എല്ലാവരുടെയും ലൈവ് ക്ലാസ്സസ് കിട്ടും. നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിന്റെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും കിട്ടുന്നത്. ലൈവ് ക്ലാസ്സസിനോടൊപ്പം മോർണിംഗ് ലൈവും കാണും, ഈവനിങ് ലൈവ് രാത്രി സമയങ്ങളിലുള്ള ലൈവും കാണും. മോർണിംഗ് ലൈവിൽ എൻ്റെ ബാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മോർണിംഗ് ലൈവ് ഡീൽ ചെയ്യുന്നത് ഞാനായിരിക്കും. ആൻഡ് ഈവനിങ് ടൈമിൽ എന്തുണ്ടാകും, ബാക്കി ഫാക്കൽറ്റീസിന്റെ ലൈവുകളും ഉണ്ടാകും. ദെൻ നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. ഈ ഒരു എക്സാമിന് മുമ്പായിട്ട് കറക്റ്റായിട്ട് സിലബസ് കവർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു റിവിഷൻ ചെയ്യാനുള്ള സമയവും കൂടി ഇട്ടിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ കൂടി ഉണ്ടാകും. ഫുൾ ടൈം നിങ്ങളുടെ ഡൗട്ടും എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മെന്റർ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എക്സാമുകളാണ്. അതായത് ഡെയിലി പഠിക്കുന്ന ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ടുള്ള ഡെയിലി എക്സാം ഉണ്ടാകും. അതുപോലെ തന്നെ ടാസ്ക് വൈസ് ആയിട്ടുള്ള എക്സാമുകൾ ഉണ്ടാകും. സൺഡേസിൽ വൊക്കാബുലറി എക്സാം ഉണ്ടാകും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എക്സാം ഉണ്ടാകും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സാമുകൾ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടുന്ന എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രം എന്ന് വെച്ചാൽ നിങ്ങൾ സമയം മാത്രം കണ്ടെത്തുക. നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനുള്ള ഒരു സമയം ഒരു മിനിമം ഒരു 3 to 6 മണിക്കൂറെങ്കിലും മിനിമം കിട്ടുന്നവർ മാത്രം ബാച്ചിലേക്ക് വന്നാൽ മതിയാകും. അല്ലാത്തവർക്ക് ചിലപ്പോൾ അത് ഫോളോ ചെയ്ത് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അതുമാത്രമല്ല നമുക്ക് പഠിക്കാനായിട്ട് വലിയൊരു സിലബസ് തന്നെയുണ്ട്. ആ സിലബസ് നമ്മൾ കൃത്യസമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒന്ന് ഓടേണ്ടതായിട്ട് വരും. ഓക്കെ, പതിയെ ഇഴഞ്ഞു പോകുകയാണെങ്കിൽ 2027 പരീക്ഷയ്ക്ക് നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ 2026 നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഓടുക തന്നെ വേണം. സോ എന്നോടൊപ്പം ഓടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കുക. ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഞാൻ താമസിച്ചാണ് വീഡിയോ കണ്ടത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും അങ്ങോട്ടേക്ക് പോകുമ്പോൾ എക്സാംസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ തയ്യാറെടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിൽ വിജയിക്കുന്ന ആ 3 വ്യക്തികൾ, ടോപ്പിലെത്തുന്ന 3 പേരുടെ ആ ഒരു ഫോട്ടോയും പോസ്റ്ററും ഒക്കെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഉടനെ ഓടിപ്പോയി പഠിച്ചിട്ട് എക്സാമിന് തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.